മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കം. ഇന്ത്യ മുന്നണി യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ളയ്ക്ക് ബിജെപിയെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വീകരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയുടെ പാർലമെന്റിലെ ഓഫീസിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് ഇംപീച്ച്മെന്റ് വിഷയത്തിൽ പ്രാഥമിക ചർച്ച നടന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ബിജെപി നേതാവ് അനുരാഗ് സിംഗ് താക്കൂറും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമാണ് നടപടിയെടുക്കുന്നത്. ഒന്നുകിൽ ഒരാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം അല്ലെങ്കിൽ മാപ്പ് പറയുക എന്നതാണ് രാഹുലിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്മീഷനെതിരെ ഉപയോഗിക്കാവുന്ന മാരകായുധമായ ഇംപീച്ച്മെന്റ് എപ്പോൾ ഉപയോഗിക്കണമെന്നതിൽ ധാരണയായിട്ടില്ല. ഇത്തരത്തിൽ ചർച്ചയുണ്ടെന്ന് രാജ്യസഭയിലെ കോൺഗ്രസ് നേതാവ് നാസർ ഹുസൈനാണ് സ്ഥിരീകരിച്ചത്. ഇരുസഭയിലും പ്രമേയം 2/3 ഭൂരിപക്ഷത്തിൽ പാസായാൽ മാത്രമാണ് ഇംപീച്ച് ചെയ്യാൻ കഴിയുക. പ്രതിപക്ഷത്തിന് ഇത്രയും അംഗബലമില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരമായിട്ടാണ് ഇംപീച്ച്മെന്റ് പ്രമേയത്തെ കണക്കാക്കുന്നത്. ലോക്സഭയിൽ 100ഉം രാജ്യസഭയിൽ 50ഉം അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പ്രമേയം നൽകാൻ കഴിയും. മീഡിയ 1, ഡൽഹി.